ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് നമ്മുടെ മമ്മൂക്ക നായകനായിട്ടുള്ള ഗൗതം വാസുദേവ് മേനോൻ ഡയറക്ട് ചെയ്ത മൂവിയാണ്. ഗോകുൽ സുരേഷ് ഉണ്ട്, സിദ്ദിഖ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള ഒരു മൂവിയാണ് ഡൊമിനിക്. ഡൊമിനിക്കിനെ കുറിച്ച് പറഞ്ഞ നിങ്ങൾ ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലായി കാണും, ഇതൊരു ക്രൈം ത്രില്ലർ മൂവിയാണ്. ഒരു ചെറിയൊരു കോമഡിയൊക്കെ ആയിട്ടുള്ള ഒരു ക്രൈം ത്രില്ലർ പരിപാടിയാണ് സിനിമ പിടിച്ചിരിക്കുന്നത്. ഗൗതം വാസുദേവ് മേനോൻ ഒരു വേറൊരു രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് സിനിമയിൽ നടത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് സിനിമ കാണുമ്പോഴത്തേക്ക് മനസ്സിലായി. എനിക്ക് പേഴ്സണലി സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താണ് ഒരു ക്രൈം ത്രില്ലർ, നമ്മൾ നോർമലി ഒരു ക്രൈം ത്രില്ലർ കാണുന്ന പോലുള്ള ഒരു ട്രീറ്റ്മെന്റ് അല്ല സിനിമയിൽ കൊടുത്തിരിക്കുന്നത്. ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയാണ് സിനിമയിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സിനിമയിൽ എടുത്തു പറയേണ്ടത് ഇതിന്റെ ക്ലൈമാക്സിൽ കുറച്ച് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ട്വിസ്റ്റും കാര്യങ്ങളൊന്നും അല്ല. അതുപോലെ തന്നെ ഈ സിനിമയിലൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു പരിപാടിയാണ് സിനിമയിൽ പിടിച്ചിരിക്കുന്നത്. ഇപ്പം കഥ ആയിരുന്നാലും ശരി, ഞാൻ മലയാളത്തിൽ ഇങ്ങനെ ഒരു ക്രൈം ത്രില്ലർ ട്വിസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ബട്ട് ഒരു എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ളൊരു ട്വിസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഈ ക്രൈം ഇനി എന്ത് നടക്കും, നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള കുറച്ച് പരിപാടിയാണ്. ബേസിക്കലി ഇത് ഭയങ്കര സ്ലോ ആയിട്ട് പോകുന്ന ഒരു മൂവിയാണ്. സ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രൈം ത്രില്ലർ എന്ന് നമുക്കറിയാം, ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് സിനിമ ഇങ്ങനെ ടക്ക് ടക്ക് ടക്കന പോകുന്ന രീതിയിലാണ് ക്രൈം ത്രില്ലേഴ്സ് നോർമലി ഞാൻ കണ്ടിട്ടുള്ളത്. ഈ മൂവി ഭയങ്കര സ്ലോ ബേസ്ഡ് ആണ്. ആദ്യം തൊട്ടേ ഭയങ്കര കഥ ഇങ്ങനെ സ്റ്റോറി പറഞ്ഞ് ഭയങ്കര സ്ലോ ആയിട്ട് പോയി അവസാനത്തെ ഒരു 30 മിനിറ്റ് ഭയങ്കര സ്പീഡായിട്ട് പോകുന്നുണ്ട്. അതുവരെ സിനിമ ഒരു സ്ലോ ബേസിലാണ് പോകുന്നത്. എന്താണ് സംഭവം എന്നുള്ള നമ്മളെ മെന്റാലിറ്റി ഒരു മുക്കാൽ ഭാഗമൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് ആ ഒരു ഇത് ക്രിയേറ്റ് ആവുന്നുണ്ട്. ഇതെന്താണ്, എങ്ങനെയായിരിക്കും ഇത് പോകുന്നെന്നുള്ള പരിപാടി. പിന്നെ എടുത്തു പറയേണ്ടതെന്ന് പറയുന്ന കാസ്റ്റിംഗ് ആണ്. പെർഫെക്റ്റ് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്ക, ഗോകുൽ സുരേഷ് അല്ല, വേറെ കുറച്ച് കാസ്റ്റിംഗ് സിനിമയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ഭയങ്കര പെർഫെക്റ്റ് ആണ്. നിങ്ങൾക്ക് സിനിമ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ ഈ പെർഫെക്റ്റ് കാസ്റ്റിങ്ങിനെ കുറിച്ച് പറയുന്നതെന്നുള്ളത്. പിന്നെ അഭിനയത്തെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. മമ്മൂക്ക എന്ത് പറയാനായിട്ട് ഭയങ്കര, ഈ സിനിമയിൽ മമ്മൂക്ക ഭയങ്കര നാച്ചുറൽ ആയിട്ട് അങ്ങ് മറ്റേ വല്ലി പുള്ളിക്ക് ചുമ്മാ സീനൊക്കെ ചുമ്മാ എടുത്ത് ഇങ്ങനെ പോകുന്ന രീതിയിൽ വല്ലിയായിട്ടാണ് പുള്ളി അഭിനയിച്ച് വെച്ചിരിക്കുന്ന. വേറെ ലെവലാണ്. ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു മൂവിയാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടണോ അല്ലെങ്കിൽ ഇത് എല്ലാവർക്കും ഈ സിനിമ കണക്ട് ആവുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. മേ ബി കണക്ട് ആയ സിനിമ എന്തായാലും ഹിറ്റ് ആവും, കണക്ട് ആയില്ലെങ്കിൽ അറിയാലോ ഫ്ലോപ്പ് ആവും. ബട്ട് ഇതിന്റെ ക്ലൈമാക്സ് ഒക്കെ വേറെ, ഇത് എടുത്ത് പറയേണ്ട വേറൊരു പരിപാടി ഉണ്ട്. അതിന്റെ മ്യൂസിക് ഒരു രക്ഷയില്ല. അവസാനത്തെ ഒരു 30 മിനിറ്റിൽ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിരുന്നാലും അവസാനത്തെ ക്ലൈമാക്സിൽ ഒരു പരിപാടി ചെയ്തു വെച്ചിട്ടുണ്ട്, മ്യൂസിക് വെച്ചിട്ടുള്ളൂ. അപ്പം ആ സീനിനെയൊക്കെ ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്യാൻ സഹായിച്ചത് ആ മ്യൂസിക്കാണ്. ഒരു രക്ഷയില്ലാത്ത മ്യൂസിക്കാണ്. വേറെ ലെവല് ലാസ്റ്റ് പരിപാടി വരുമ്പോഴാണ് ആ മ്യൂസിക്കിന്റെ ആ ഒരു സംഭവം. പിന്നെ സിനിമയിലെ അവസാനത്തെ ഒരു 10-15 മിനിറ്റ് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു പേടി ക്രിയേറ്റ് ചെയ്യാൻ അവർക്ക് ഡയറക്ടറിന് സാധിച്ചിട്ടുണ്ട്. എന്താ പറയണ്ട, ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു സ്ലോ ബേസ് ആയിട്ടുള്ള ചിരിക്കാൻ, അതായത് ഒരുപാട് പൊട്ടിച്ചിരിക്കാൻ പറ്റുന്ന കോമഡികളോ പരിപാടികളോ ഒന്നും അല്ല. നമുക്ക് കുറച്ച് റിയാക്ഷൻസും അങ്ങനെ ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് ചെറിയൊരു ചിരി വരുമല്ലോ, അങ്ങനത്തെ പരിപാടിയുള്ള അത്യാവശ്യം നല്ല അവസാനത്തെ ട്വിസ്റ്റ്. എനിക്ക് ഒരു പകുതിയൊക്കെ എത്തിയപ്പോഴത്തേക്ക് ഇതായിരിക്കും, നമുക്ക് ഊഹിക്കാലോ, കുറെ സിനിമകൾ കാണുമ്പോഴേ നമുക്ക് മനസ്സിലായി ഇതായിരിക്കും കില്ലർ. പക്ഷെ ഇതെന്താണ് വേറൊരു രീതിയിലുള്ള ത്രില്ലർ നമുക്കിങ്ങനെ മനസ്സിൽ തോന്നുമെങ്കിലും ആ ട്വിസ്റ്റും കാര്യങ്ങളുണ്ട്. അവസാനത്തെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. നമുക്ക് ആ ഒരു പോയിന്റിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പരിപാടിയുണ്ട്. അവിടെ വെച്ചിട്ട് പിന്നെ സിനിമ പെട്ടെന്ന് അങ്ങ് തീർന്നു പോയ പോലെ എനിക്ക് തോന്നി. ഭയങ്കരമായിട്ട് ഇവർ ക്ലൈമാക്സിനോട്, ഈ ക്ലൈമാക്സ് വരെ ഇവർ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് ഭയങ്കര എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നിട്ട് ക്ലൈമാക്സിലോട്ട് എടുക്കുമ്പോഴത്തേക്ക് ടക്കൻ അങ്ങ് തീർത്ത പോലെ ഒരു ചെറിയൊരു നെഗറ്റീവ് എനിക്ക് തോന്നി. അതും കുറച്ചുകൂടെ അവർക്ക് ഡിഫൈൻ ചെയ്ത് ചെയ്യാമായിരുന്നു എന്നുള്ളത് തോന്നി. പിന്നെ അത്യാവശ്യം ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര സ്ലോ ബേസിൽ പോകുന്ന ഒരു കിഡിലൻ ട്വിസ്റ്റ് ഉള്ള ഒരു കിഡിലൻ മ്യൂസിക്കൽ അനുഭവമുള്ള ഒരു കിഡിലൻ ഒരു കോമഡി ക്രൈം ത്രില്ലറാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്. പരിപാടി എനിക്ക് വർക്കൗട്ടായി. അപ്പൊ നിങ്ങൾക്കും വർക്കൗട്ട് ആകണമെന്നുണ്ടെങ്കിൽ ഇത് തിയേറ്ററിൽ കണ്ട് തന്നെ ചെയ്യണം. ആ അവസാനത്തെ മ്യൂസിക്കും ഒരു ബ്യൂട്ടി. പിന്നെ വേറെ എടുത്ത് പറയേണ്ട കാര്യം വെച്ചാൽ ഗൗതം വാസുദേവ് മേനോൻ എടുത്തു വെച്ചിരിക്കുന്ന ഒരു സിനിമയുടെ ഒരു ബ്യൂട്ടി ഉണ്ട്. ആ കളർ ടോൺ ആയിരുന്നാലും ഒരു വേറൊരു വൈബാണ്. നമുക്കങ്ങനെ ഇഴുകിച്ചേർന്ന് ഇങ്ങനെ കാണാൻ പറ്റിയൊരു വേറൊരു വൈബ്. എനിക്ക് പ്രേമമൊക്കെ പണ്ട് നമ്മൾ പ്രേമ സിനിമ കണ്ടില്ലേ, അപ്പൊ അതിന്റെയൊക്കെ ഒരു സിനിമാറ്റോഗ്രാഫി പോലെയൊക്കെ എനിക്ക് പേഴ്സണലി തോന്നി. എന്റെ പേഴ്സണൽ അഭിപ്രായമാണ് തോന്നി. അങ്ങനെ ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷ്വൽസും കാര്യങ്ങളും
പിന്നെ മ്യൂസിക് ആയിരുന്നാലും എവറിത്തിങ് എനിക്ക് എൻറ്റയർലി സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ തിയേറ്ററിൽ തന്നെ പോയി കാണുക. തിയേറ്ററിൽ പോയി കണ്ടാൽ നിങ്ങൾക്ക് ആ ഒരു ബ്യൂട്ടി കിട്ടും. ഗൗതം വാസുദേവ മേനോൻ പൊളിച്ചിട്ടുണ്ട്.